മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് ഒരു സർക്കാർ ഇവിടെ ഭരണം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വിഭിന്നമായി അതിലും വേഗം അതിലും ബഹുദൂരം ഒരു സംസ്ഥാനത്തെ ഒട്ടാകെ പിന്നോട്ടടിച്ച ഒരു സർക്കാരിന് തിരിച്ചടിയേക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതായിരിക്കും. മലയോര ജനതയുടെ കുടിയേറ്റ ജനതയുടെ കർഷകരുടെ സമ്മേളനയിലേക്ക് കടന്നു വരുന്നു. വിശ്വശരീരനായ KM ജോർജ് സാറിനാൽ 1964 പിറവി കൊണ്ട കേരള കോൺഗ്രസ് മലയോര ജനതയുടെ കുടിയേറ്റ ജനതയുടെ കർമ്മയോടുകൂടി കടന്നു വരികയാണ്. 100 കണക്കിന് പാർട്ടിയുടെ പ്രവർത്തകർ പങ്കെടുത്തിട്ടുള്ള പ്രകടനം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. മലയോലപ്പറമ്പിന്റെ ഓരോ മണൽത്തരികളെ പോലും പുളകം കൊള്ളിച്ചുകൊണ്ടുള്ള പ്രകടനം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ യോഗങ്ങൾ കൂടി ആരംഭിക്കുകയാണ്. സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തലമുടെ പുറത്ത് മാർക്കറ്റിനുള്ളിൽ പാർട്ടിക്ക് ഒരു ചെറിയ ഓഫീസായിരുന്നത് ഇത് വിപുലീകരിച്ച് സെൻട്രൽ ജംഗ്ഷൻ തന്നെ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ KPUC വളരെയധികം സംസാരിക്കാൻ വളരെ കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റിയുടെയും കേരള കോൺഗ്രസിന്റെ തൊഴിലാളി ഭാഗമായിട്ടുള്ള KPUCയുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായിട്ടുള്ള പ്രകടനവും
അതോടൊപ്പം തന്നെ പുതിയ സ്ഥാപിച്ചിട്ടുള്ള KTUCയുടെ ഓഫീസും ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഈ പൊതുസമ്മേളനം ചേരുന്നത്. ജനങ്ങളുമുള്ള കേരളം ഇങ്ങനെ പോയാൽ പോരാ. ബഹുമാനീയ MP കടന്നു വന്നിട്ട് ദൈവത്തെ പ്രത്യേകമായി ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇങ്ങനെ പോയാൽ പോരാ. നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വനിതാ നേതാവ് തങ്കമയിന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അതുപോലെ മറ്റു നേതാക്കന്മാർ അവരെല്ലാവരെയും ഹൃദയപൂർവ്വം ബന്ധിച്ചുകൊണ്ട് എല്ലാവരും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് കേരള കോൺഗ്രസ്. മെച്ചപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. ആ കാര്യത്തിലൊക്കെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് എടുക്കുന്ന സമീപനം എത്രയോ നിർഭാഗ്യകരമാണ്. കേരളത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടതുപോലുള്ള ഒരു കെടുകാര്യസ്ഥതയും ദൂർത്തും ഭരണരംഗത്ത് മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ സംസ്ഥാനം പറയും കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയാണ്, കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള അവഗണന നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക വിഭവങ്ങൾ വീതം വയ്ക്കുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആ ഒരു പരിഗണന കൊടുക്കാൻ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു വശം നിൽക്കുമ്പോൾ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അനങ്ങി തുടങ്ങിയത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ 1-2 മാസം മാത്രം ബാക്കിയുള്ളത്. ഇപ്പോഴാണ് വാരിക്കോരി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ 2 വർഷമായി ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നതിനെ ഞാൻ ചുരുക്കുകയാണ്. എന്നെ ശ്രമിക്കുന്ന BJP-ക്കാർ മനസ്സിലാക്കണം, ഞാൻ 99-ലാണ് ആദ്യമായി പാർലമെന്റിൽ ചെല്ലുന്നത്. ചെന്ന ആദ്യത്തെ ദിവസം തന്നെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ്. രാജ്യസഭ KTUCയുടെ തിരഞ്ഞെടുപ്പുള്ള യൂണിറ്റുകളെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം തലയോരപ്പറമ്പിൽ ഇതുപോലെ ശ്രദ്ധേയമായ ഒരു സമ്മേളനം ഇവിടെ പ്രൗഢഗംഭീരമായി വിളിച്ചുകൂട്ടുവാനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പഴയകാല വിജയ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാനും ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തലയോരപ്പറമ്പിന്റെ മണ്ണിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വേരോട്ടം വർദ്ധിപ്പിക്കുന്ന ശക്തമായ സാന്നിധ്യമായി ഈ സമ്മേളനത്തെ ഞങ്ങൾ എല്ലാവരും കാണുകയാണ്.
ഇതിന് നേതൃത്വം കൊടുത്ത പാർട്ടി മണ്ഡലം കമ്മിറ്റിയും KTUC നേതൃത്വത്തെയും